പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുത് എന്ന ഉപാധിയോടെയാണ് 2022 കോടതി ചെന്താമരയ്ക്ക് ജാമ്യം നൽകിയിരുന്നത്. 2023 നെന്മാറ പഞ്ചായത്ത് പരിധി മാത്രമാക്കി ജാമ്യയിളവ് ചുരുക്കുകയായിരുന്നു. പ്രതി ഉപാധി ലംഘിച്ചു എന്ന് കണ്ടെത്തിയിട്ടും ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചില്ല. എന്നിടത്തും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേഷുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകാൻ. നിഖിൽ, ഈ ജാമ്യം നൽകുന്നതിനെ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ എതിർത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജാമ്യ ഇളവ് നൽകുന്നതിനെയും പോലീസ് എതിർത്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പ്രതി ഈ ഇളവ് പരിധി ലംഘിച്ച് പഞ്ചായത്തിൽ കടന്നത് ബോധ്യപ്പെട്ടിട്ടും പോലീസ് ഇടപെട്ടില്ല എന്നാണോ നമുക്ക് ബോധ്യമാകുന്നത്? നിഖിൽ. തീർച്ചയായിട്ടും ഗോപീഷൻ, ആദ്യ 2 ഘട്ടങ്ങളിൽ, അതായത് ജാമ്യം അനുവദിക്കുന്നതിനെ പോലീസ് എതിർത്തു, ജാമ്യത്തിൽ ഇളവ് നൽകുന്നതിനെയും പോലീസ് എതിർത്തു. പക്ഷേ ഇയാൾ പഞ്ചായത്തിൽ പ്രവേശിച്ചത് അറിഞ്ഞിട്ടും, അതായത് ഈ കൃത്യം നടന്നതിന് തൊട്ടടുത്ത വീട്ടിൽ, അതായത് ചെന്താമരയിൽ താമസിക്കുന്ന വീട്ടിലേക്ക് ഇയാൾ എത്തിയിട്ടും, അത് ഇവരുടെ ഈ മരിച്ച സുധാകരന്റെ ബന്ധുക്കളടക്കം പരാതിപ്പെട്ടിട്ടും അക്കാര്യത്തിൽ വേണ്ടുന്ന ഗൗരവം കാണിച്ചില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2022 നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുതെന്ന ഉപാധികളോടെയാണ് കോടതി ചെന്താമരയ്ക്ക് ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ട്. അത് 2023 അത് അല്പം കൂടി മയപ്പെടുത്തി നെന്മാറ പഞ്ചായത്ത് പരിധി എന്നുള്ള രീതിയിൽ മാത്രമാക്കി അത് ചുരുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ആ പ്രതി ഉപാധി ലംഘിച്ചുകൊണ്ട് പഞ്ചായത്തിലെത്തി താമസിച്ചു. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കിലോമീറ്ററുകൾ അപ്പുറമൊന്നുമല്ല, തൊട്ടടുത്ത വീട്ടിൽ, അതായത് ഈ കുറ്റകൃത്യം നടത്തിയ സജിതയെ കൊലപ്പെടുത്തിയതിന് തൊട്ടടുത്ത വീട്ടിൽ പ്രതി വന്ന് ദിവസങ്ങളോളം താമസിച്ചു. കഴിഞ്ഞ ഡിസംബർ 29 സുധാകരന്റെ മകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി അടക്കം നൽകി. ദിവസവും തങ്ങൾക്ക് ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിനുശേഷവും, ഈ പരാതി നൽകിയ ശേഷവും ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി ഇടപെടാനോ അല്ലെങ്കിൽ ഇയാളെ തിരികെ പിടികൂടി ജയിലിലടയ്ക്കാനോ ഒന്നും തന്നെ, ജാമ്യം റദ്ദാക്കാനോ ഒന്നും തന്നെ പോലീസ് ഇടപെടൽ നടത്തിയില്ല എന്നുള്ളിടത്താണ് അവരുടെ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് പോലീസ് വരുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. ഇത് കണ്ടെത്തിയിട്ടും പോലീസ് ജാമ്യം റദ്ദാക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചില്ല. അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ്. ഒരു പ്രതി പരോളിൽ ഇറങ്ങുന്നത്, അത് ഇത്രമേൽ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തി പരോളിൽ ഇറങ്ങിയ ഒരു പ്രതിയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. എന്നിട്ടും ഇത്ര ലാഘവത്തോടു കൂടി അത് കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അനഘയ്ക്കും അതുല്യയ്ക്കും അച്ഛനും അമ്മയെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അമ്മയെ നേരത്തെ നഷ്ടമായി, അച്ഛനെ കൂടി നഷ്ടമായിരിക്കുന്നു, അച്ഛമ്മയെ കൂടി നഷ്ടമായിരിക്കുന്നു. അത്തരത്തിലുള്ള അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിലേക്ക് വഴി നയിച്ചത് പോലീസാണ്. ഇതിൽ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഗോപീഷൻ. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. അതായത് നേരത്തെ തന്നെ ജാമ്യത്തെ എതിർക്കുകയും ജാമ്യത്തിൽ വ്യവസ്ഥയിൽ ഇളവ് നൽകാനുള്ള നീക്കത്തെയൊക്കെ പോലീസ് എതിർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ജാമ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പരിധി ലംഘിച്ച് പഞ്ചായത്തിൽ ഇയാൾ എത്തിയ കാര്യം, അതിനെ തുടർന്ന് പോലീസ് ഒരു നടപടി സ്വീകരിച്ചില്ല എന്നതും 29 ഡിസംബർ 29 ഈ പെൺകുട്ടി അഖിലയും അച്ഛൻ സുധാകരനും നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടിട്ടും അയാളെ വിളിച്ച് ശാസിച്ചു എന്നതിനപ്പുറത്തേക്ക് നടപടികളിലേക്ക് കടക്കാൻ പോലീസ് തുനിഞ്ഞില്ല എന്നതും യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള വലിയ വീഴ്ചയായി തന്നെ നിൽക്കുന്നു എന്നാണ് നിഖിലിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.